ഗാമ ഫംഗ്ഷൻ എന്താണെന്നും അതെപ്പോഴെല്ലാമാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് ഗാമ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഗാമ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിയൽ പാരാമീറ്റർ പിക്കാണ്. അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് അവിടുത്തെ പാരാമീറ്റർ. അപ്പം അതുപോലെ ഇവിടെ എക്സിന് പകരം പി ആണ് പാരാമീറ്റർ. റിയൽ നമ്പർ തന്നെയാണ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഒരു റിയൽ നമ്പർ പി പാരാമീറ്റർ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഗാമ ഫംഗ്ഷൻ. അത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്: ഗാമ ഓഫ് പി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ നമുക്കറിയാം ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അത് അൺബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവെല്ലാണ്. അപ്പോൾ എന്തായാലും ആ ഇൻ്റഗ്രൽ ഇംപ്രോപ്പർ ആണ്. സോ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എല്ലായ്പ്പോഴും കൺവേർജ് ചെയ്യില്ല. അതായത് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ എല്ലായ്പ്പോഴും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഗാമ ഓഫ് പിയും എല്ലായ്പ്പോഴും, അതായത് എല്ലാ പിക്കും അത് കൺവേർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എപ്പോഴെല്ലാമാണ് ഈ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ്, പിയുടെ ഏതൊക്കെ വാല്യൂസിനാണ് ഈ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിട്ടാണ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇതിന് നമ്മൾ ഓയിലേഴ്സ് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് കൈൻഡ് എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺവേർജൻസിനെ പറ്റി നോക്കാം. നമുക്കറിയാം ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവാൻ നമുക്ക് വേറെയും കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻ്റഗ്രാൻഡിൽ എക്സ് റേസ് ടു പി മൈനസ് 1 ഉണ്ട്. അപ്പോൾ പി എന്നുള്ളത് ലെസ് ദാൻ 1 ആണെങ്കിൽ പി മൈനസ് 1 എന്നുള്ളത് നെഗറ്റീവ് ആവും. പി എന്നുള്ളത് 1-നേക്കാൾ താഴെയാണെങ്കിൽ പി മൈനസ് 1 നെഗറ്റീവ് ആവും. നമുക്കറിയാം എക്സ് റേസ് ടു ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ് റേസ് ടു മൈനസ് ആർ എന്നുള്ളത് 1/എക്സ് റേസ് ടു ആർ ആണ്. ആർ എന്നുള്ളത് പോസിറ്റീവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പി മൈനസ് 1, പി എന്നുള്ളത് ലെസ് ദാൻ 1 ആകുമ്പോൾ പി മൈനസ് 1 നെഗറ്റീവ് ആവും. അപ്പോൾ ഇത് ഇ റേസ് ടു, ഓൾറെഡി ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളത് 1/ഇ റേസ് ടു എക്സ് ആണ്, ഡിനോമിനേറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ 0-ൽ ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആണ്. വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ ഇത് നെഗറ്റീവ് ആകുമ്പോൾ, അതായത് പി മൈനസ് 1 നെഗറ്റീവ് ആകുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എക്സ് റേസ് ടു, ഇപ്പോൾ പി എന്നുള്ളത് 1/2 എടുക്കുകയാണെങ്കിൽ പി മൈനസ് 1 എന്നുള്ളത് 1/2 മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 1/2 അത് 1/എക്സ് റേസ് ടു 1/2 ആണ്. ഓൾറെഡി അവിടെ ഡിനോമിനേറ്ററിൽ ഇ റേസ് ടു എക്സ് ഉണ്ട്. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഇത് 1 ആണ്. ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആണ്. ഇവിടെ ഇൻഫിനിറ്റി വരും. അതായത് 1/എക്സ് റേസ് ടു 1/2 എക്സ് എന്നുള്ളത് 0-ലേക്ക് റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇവിടെ 0 to ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ 0-ക്ക് മുമ്പുള്ള കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ 0-ൽ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/എക്സ് റേസ് ടു 1/2. ഞാനൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് മാത്രം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. അതായത് എക്സ് എന്നുള്ളത് 0-ലേക്ക് പോകുമ്പോൾ 1/എക്സ് റേസ് ടു ഒരു പോസിറ്റീവ് നമ്പർ എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ പി എന്നുള്ളത് ലെസ് ദാൻ 1 ആകുമ്പോൾ ഇൻ്റഗ്രാൻഡ് നമുക്ക് എക്സ് ഈക്വൽ ടു 0-ൽ അൺബൗണ്ടഡ് എന്ന് കിട്ടും. സോ ആ ഒരു റീസണും നമുക്കറിയാം. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവാനുള്ള മറ്റൊരു റീസണാണ്, ആ ഇൻ്റർവെല്ലിൽ എവിടെയെങ്കിലുമൊക്കെ ആ ഇൻ്റഗ്രാൻഡ് അൺബൗണ്ടഡ് ആയാലും നമ്മൾ ആ ഇൻ്റഗ്രലിനെ പ്രോപ്പർ എന്ന് പറയില്ല, അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിരിക്കും. സോ പി ലെസ് ദാൻ 1 ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഓൾറെഡി എല്ലാ കേസിലും 0 to ഇൻഫിനിറ്റി ആണ്, അത് അൺബൗണ്ടഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ലാണ്. അതുകൊണ്ട് എന്തായാലും ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. പക്ഷേ പി ലെസ് ദാൻ 1 ആകുമ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവാൻ നമുക്കൊന്നിൽ വേറൊരു റീസണും കൂടി കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. അത് എക്സ് ഈക്വൽ ടു 0-ൽ ഇൻ്റഗ്രാൻഡ് എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് പി ലെസ് ദാൻ 1 ആവുന്ന കേസിൽ നമുക്ക് 0-ലും പ്രശ്നമുണ്ട്, ഓൾറെഡി ഇൻഫിനിറ്റിയിലും പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ലിമിറ്റ് പോയിന്റിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ചെയ്തിട്ടുള്ള എക്സാമ്പിളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ 0-ലും പ്രശ്നം വരും എപ്പോൾ പി ലെസ് ദാൻ 1 ആകുമ്പോൾ. നമുക്ക് എല്ലാ കേസിലും നമുക്കത് നോക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു, 0 to 1. ഇതേ സെയിം ഇത് തന്നെ എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സും, ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സും.
0 to 1 തന്നെ ബ്രേക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, 1 തന്നെ ഇത് ബ്രേക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതൽ എളുപ്പത്തിന് വേണ്ടി 1 ബ്രേക്ക് ചെയ്തെന്ന് മാത്രം. 0ൻ്റെ ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ ഏതൊരു ഫൈനൈറ്റ് റിയൽ നമ്പറിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കിത് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിന് വേണ്ടി 1 വെച്ച് ബ്രേക്ക് ചെയ്തു എന്ന് മാത്രം. ഇതിൽ ആദ്യത്തെ ഇൻ്റഗ്രലിനെ നമ്മൾ I1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തേതിനെ I2 എന്ന് വിളിക്കുന്നു. ഇനി 3 കേസുകളായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു P എന്നുള്ളത് <1 ആയാൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആവാൻ നമുക്ക് അവിടെ 2 റീസൺ വരും. അൺബൗണ്ടഡ് എന്നുള്ള പ്രശ്നം കൂടിയും വരും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ P എന്നുള്ളത് >= 1 എന്നുള്ളത് എടുക്കുന്നു. അപ്പോൾ ആ കേസിൽ നോക്കാം, നമ്മുടെ ഗാമ ഓഫ് Pനെ 2ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 0 to 1 x⁻p - 1 × e⁻ x dx. അതേപോലെ 1 to ∞ അതേ സെയിം തന്നെ. അപ്പോൾ ആദ്യത്തെ കേസിൽ അതായത് P > 1 ആകുമ്പോൾ P - 1 എന്നുള്ളത് പോസിറ്റീവാണ്. അപ്പോൾ x⁻ ഒരു പോസിറ്റീവ് നമ്പർ എന്നുള്ളത്, അപ്പോൾ അത് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ e⁻ x താഴെ ഉണ്ടാവും, അതിന് പ്രശ്നമില്ല. 0-യിലായാലും 1-ലായാലും നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ P എന്നുള്ളത് > 1 ആകുമ്പോൾ എക്സിൻ്റെ ഒരു പോസിറ്റീവ് പവർ ഡിവൈഡഡ് ബൈ x⁻r എന്നുള്ളത് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ e⁻x. ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ഇൻ്റഗ്രാൻഡ് ഉണ്ടായിരിക്കുക. 0 to 1 ഇതിനെ 0-യിലും പ്രശ്നമില്ല, 1-ലും പ്രശ്നമില്ല, ഇൻ ബിറ്റ്വീൻ എവിടെയും പ്രശ്നമില്ല. അപ്പോൾ ഇത് പിന്നെ അത് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ്, 0 to 1 ആണ്. ഇൻഫിനിറ്റിയോ -∞ ഒന്നും എൻ പോയിൻ്റ് ആയിട്ട് വരുന്നില്ല, ഇത് ബൗണ്ടഡ് ആണ്. അപ്പോൾ നമുക്കിത് പ്രോപ്പർ ഇൻ്റഗ്രലാണ്, ഇംപ്രോപ്പർ അല്ല, ഇത് പ്രോപ്പറാണ് I1. അപ്പോൾ എല്ലാ പ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഇത് കൺവേർജ് ചെയ്യും. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എന്തായാലും കൺവേർജ് ചെയ്യും. അതായത് അതിനൊരു ഫൈനൈറ്റ് റിയൽ നമ്പർ ഉണ്ട്, അതിൻ്റെ ഉത്തരമൊന്നും നമുക്ക് അറിയണ്ട, കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ P > 1 ആകുമ്പോൾ I1 എന്നുള്ളത് ഒബ്വിയസ്ലി കൺവേർജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. I2ൻ്റെ കാര്യം നമുക്ക് നോക്കണം. 1 to ∞ ആണ്, അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. നമുക്കറിയാം എല്ലാ ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവേർജ് ചെയ്യൊന്നുമില്ല, ചിലത് കൺവേർജ് ചെയ്യും, ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്ന് നോക്കുവാനായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഗാമ ഫംഗ്ഷൻ്റെ കൺവേർജൻസ് നമുക്ക് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലിമിറ്റ് x → ഇൻഫിനിറ്റിയുടെ കേസാണ് ഇപ്പോൾ പറയുന്നത്. f(x/g) ചെയ്യുമ്പോൾ ഒരു L എന്നുള്ളത് ≠0 അതല്ലെങ്കിലല്ല L ≠ 0 L ≠ ∞, അതായത് 0 അല്ലാത്ത ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ആണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ a to ∞ f(x) dx ആൻഡ് integral a to ∞ g(x) dx converge or diverge together. ഇവിടെ പറയുന്നത് ഇവരുടെ ലിമിറ്റ് x → f(x/g) ചെയ്യുമ്പോൾ 0 അതല്ലെങ്കിൽ ∞ അതല്ലാത്ത വേറൊരു റിയൽ നമ്പർ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഡൈവേർജ് ചെയ്യും. അതിൻ്റെ മീനിങ് ഇൻ്റഗ്രൽ a to ∞ f(x) dx ഇൻ്റഗ്രൽ a to ∞ g(x) dx ഒന്നുകിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ g(x) എടുക്കേണ്ടത് ഇൻ്റഗ്രൽ a to ∞ g(x) dx കൺവേർജ് ചെയ്യുമോ അതല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുമോ എന്ന് നമുക്കറിയാവുന്ന, നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, ഒരു 6 കേസുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. എപ്പോഴൊക്കെയാണ് അതിലെ ഇൻ്റഗ്രൽ a to ∞ 1/x⁻p dx കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷനൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമ്മളിവിടെയും പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താം. അപ്പോൾ അതേപോലെ തന്നെ വേറെയും അവിടെ 6 കേസുകളുണ്ട്.
നമ്മളവിടെ മെയിനായിട്ട് ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് കെ എക്സ് ഡി എക്സ്, അതുപോലെ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ്, ഇതിൻ്റെയൊക്കെ കൺവേർജൻസിനെ പറ്റിയിട്ട് ഒരു 2 ഫോർമുലാസ് അതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 0 to 1 ഫോർമുല മൂന്നാമതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്നുമാണ് ഇവിടെ ഇ റേസ് ടു മൈനസ് കെ എക്സിൻ്റെ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കമ്പാരിസൺ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും സീറോയോ അതല്ലെങ്കിൽ ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ ഒന്നുകിൽ രണ്ടും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇനി സീറോയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു സീറോയാണ് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യുന്ന കേസ് അവിടെ പറയുന്നില്ല. ഉത്തരം സീറോയാണ് കിട്ടുന്നതെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതും കൺവേർജ് ചെയ്യും, ഇത്ര മാത്രമേ അവിടെ ഉള്ളൂ. ഇനി ഇൻഫിനിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ, അതായത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ഡൈവേർജ് ചെയ്യും. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത്. 3 കേസാണ്. അപ്പോൾ അതിൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് സീറോയോ അല്ലാത്തൊരു ഫൈനൈറ്റ് നമ്പർ വന്നാൽ രണ്ടും ഒരുമിച്ച് കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇനി സീറോയാണ് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവേർജ് ചെയ്യും. പിന്നെ ഇൻഫിനിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സും ഡൈവേർജ് ചെയ്യും. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലത്തെ എ പാർട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി അൺബൗണ്ടഡ് വരുന്ന പോയിന്റിലെ ലിമിറ്റിന് നമുക്ക് വേറെ റിസൾട്ടാണ്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റിയിലാണ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിയുടെ അവിടെയാണ് നമുക്ക് ഇത് നോക്കേണ്ടത്. അവിടെ ഇംപ്രോപ്പർ ആവാനുള്ള റീസൺ ഇൻഫിനിറ്റിയുടെ പ്രസൻസ് ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മുടെ ഇൻ്റഗ്രാൻഡിനെ എടുക്കുന്നു. ഇനി ജി ഓഫ് എക്സ് എന്നുള്ളത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കാണുമ്പോൾ ഒന്നുകിൽ 0 അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ, അതുമല്ലെങ്കിൽ ഇൻഫിനിറ്റി, അതെങ്ങനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ കൺവേർജൻസ് അറിയും വേണം. ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x² ഡി എക്സിൻ്റെ കൺവേർജൻസ് നമുക്ക് അറിയും വേണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 1/x² ആണ്. കൂടുതൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ എക്സാമ്പിളിൽ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ 1/x² തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വരുന്നതെന്ന് നോക്കാം. എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1/x² ആണ്. ഡിവൈഡഡ് ബൈ 1/x² എന്നുള്ളത് x² ന്യൂമറേറ്ററിലേക്ക് പോകും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ളത് എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇവിടെ പി മൈനസ് 1 പ്ലസ് 2, അപ്പോൾ അത് പി പ്ലസ് 1 വരും. അപ്പോൾ എക്സ് റേസ് ടു പി പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളത് ബൈ 1/e റേസ് ടു എക്സ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്താൽ നമുക്ക് പറയാം എക്സ് റേസ് ടു പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ ഇനി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി പ്ലസ് 1 ബൈ ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ പി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് പി പ്ലസ് 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ ഒരു പോസിറ്റീവ് പവർ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, അതായത് എക്സ് എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു പി പ്ലസ് 1 അതിൻ്റെ ഒരു പോസിറ്റീവ് പവറാണ്, അത് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോവുക. അതേപോലെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴും, അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എക്സ് എന്നുള്ളത് ഇ റേസ് ടു ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ നമ്മളവിടെ എൽ ഹോപ്പിറ്റൽസ് റൂള് അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു പി പ്ലസ് 1, പി എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് പവർ റൂൾ ഉപയോഗിച്ച് പി പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി പ്ലസ് 1 മൈനസ് 1, അത് പി ആണ്. അപ്പോൾ പി പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇനി ഇവിടെ ഓൾറെഡി പി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു പി എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. നേരത്തെ പോലെ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇത് പി പ്ലസ് 1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ പി പ്ലസ് 1 തന്നെ വരും.
എക്സ് റേസ് ടു പി എന്നുള്ളത് കാണുമ്പോൾ അതും ഇൻഫിനിറ്റി എന്ന് കിട്ടും. ബൈ ഇൻഫിനിറ്റി അഗെയിൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. വീണ്ടും നമ്മൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പി പ്ലസ് വൺ ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. എക്സ് റേസ് ടു പിയുടെ ഡെറിവേറ്റീവ് പി ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ പി മൈനസ് വൺ എന്നുള്ളത് നെഗറ്റീവ് ആവാം, ചിലപ്പോൾ അത് പോസിറ്റീവ് തന്നെയാവും. അത് പീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എക്സാമ്പിളായിട്ട് ഞാൻ ചെറിയൊരു പി എടുക്കുന്നു. ഞാനിവിടെ ലിമിറ്റൊന്നും എഴുതുന്നില്ല. പി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. ഞാനത് 3/2 എന്നെടുക്കുന്നു. അപ്പോൾ പി പ്ലസ് വൺ എന്നുള്ളത് 3/2 + 1 അത് 5/2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ എക്സ് റേസ് ടു 5/2 ബൈ ഇ റേസ് ടു എക്സ് എന്നാണ് വരിക. ലിമിറ്റൊക്കെ ഉണ്ട്, ഞാൻ എഴുതുന്നില്ല, ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട്. എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 5/2 എക്സ് റേസ് ടു 5/2 - 1 അത് 3/2 എന്ന് കിട്ടും. 5/2 - 1 3/2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. അഗെയിൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി തന്നെ വരും. നമ്മൾ എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. 5/2 ഓൾറെഡി അവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട്. എക്സ് റേസ് ടു 3/2ൻ്റെ 3/2 എക്സ് റേസ് ടു 3/2 - 1 1/2 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. ഇതേപോലെ തന്നെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം കിട്ടും. വീണ്ടും എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ 15/4 ഉണ്ട്. ഇനി എക്സ് റേസ് ടു 1/2ൻ്റെ ഡെറിവേറ്റീവ് 1/2 എക്സ് റേസ് ടു 1/2 - 1 അത് -1/2 ആണ്. 1/2 എക്സ് റേസ് ടു 1/2 - 1 എന്ന് പറയുമ്പോൾ അത് എക്സ് റേസ് ടു -1/2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. അപ്പോൾ എക്സ് റേസ് ടു -1/2 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നു. ഇവിടെ ഓൾറെഡി 15/4 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് റേസ് ടു -1/2 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. അപ്പോൾ എക്സ് റേസ് ടു -1/2 എന്നുള്ളത് താഴേക്ക് പോവും. എക്സ് റേസ് ടു 1/x റേസ് ടു 1/2 ആണ്. അപ്പോൾ ഇത് 15/8 ഇൻറ്റു 1/x റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 15/8 ഒരു കോൺസ്റ്റൻറ്റ്, ഇത് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ 1/∞ എന്നുള്ള ഫോമിലേക്ക് എത്തുമ്പോൾ ഉത്തരം നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇപ്പോൾ പി എന്നുള്ളത് ഒരു 10 ആണെന്ന് വിചാരിക്കുക. ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ പി പ്ലസ് 1 എന്നുള്ളത് 11 ആയിരിക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജിൽ കോൺസ്റ്റൻറ്റിന് ഞാൻ പറയുന്നില്ല, എക്സിൻ്റെ പവർ 10 ആകും. പിന്നത്തെ സ്റ്റേജിൽ എക്സിൻ്റെ പവർ 9 ആകും, പിന്നെ 8 ആകും, 7 ആകും, പിന്നെ കുറഞ്ഞ് എക്സ് റേസ് ടു 1 ആകും, പിന്നെ എക്സ് റേസ് ടു 0 ആകും. അപ്പോൾ തന്നെ നമുക്ക് എക്സ് റേസ് ടു 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ 1 ആണ്. അപ്പോൾ 1/e റേസ് ടു എക്സ് എന്ന് വരും. നമുക്ക് ഉത്തരം ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇപ്പോൾ 10.5 ആണെങ്കിൽ ഇതേപോലെ തന്നെ കുറഞ്ഞ് വരുമ്പോൾ 9.5 8.5 എക്സിൻ്റെ പവറാണ് കുറഞ്ഞ് വരുന്നത്. അങ്ങനെ 7.5 ഇങ്ങനെ കുറഞ്ഞ് 0.5 എത്തും. അടുത്ത സ്റ്റേജിൽ നെഗറ്റീവ് വരും. 0.5 -1 ചെയ്യുമ്പോൾ നെഗറ്റീവ് 0.5 എന്ന് വരും. 10.5 തന്നെ വേണമെന്നില്ല, അപ്പോൾ 10.1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ പി പ്ലസ് 1 എന്നുള്ളത് 10.1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 9.1 ആവും, 8.1 ആവും, ഇങ്ങനെ കുറഞ്ഞ് 1.1 ആവും, പിന്നെ 0.1 ആവും. അടുത്ത സ്റ്റേജിൽ അത് നമുക്ക് കുറഞ്ഞ് വന്നിട്ട് -0.9 എന്ന് വരും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ പി എന്നുള്ളത് 1നേക്കാൾ വലിയ ഏതൊരു നമ്പറോ ആയിക്കോട്ടെ റിപ്പീറ്റഡ്ലി എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോയി അതാണ് ഇവിടെ എക്സെട്ര എന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എക്സിൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞ് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജ് കഴിഞ്ഞാൽ നെഗറ്റീവ് പവർ വരും. ഇപ്പോൾ ഈ കറക്റ്റ് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഈക്വൽ ടു 0 വരും. അപ്പോൾ നെഗറ്റീവ് പവറിൻ്റെ കേസ് ആവശ്യമില്ല. 1/e റേസ് ടു എക്സിൻ്റെ ലിമിറ്റ് കാണുമ്പോൾ എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/e റേസ് ടു എക്സ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 0 കിട്ടും. അതല്ല ഇൻറ്റിജർ വാല്യൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പി എന്നുള്ളത് എന്ത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. 1നേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ഡെസിമലായിട്ട് ഫ്ലോട്ടിംഗ് നമ്പേഴ്സും ഉണ്ടാവാം. അങ്ങനെ വരുന്ന സ്റ്റേജിൽ നമുക്ക് കുറച്ച് സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് കഴിഞ്ഞാൽ നമ്മുടെ എക്സിൻ്റെ പവർ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് പോവും. പിന്നെ ലിമിറ്റ് കാണുമ്പോൾ അങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ലിമിറ്റ് കാണുമ്പോൾ ഉത്തരം 0 എന്ന് കിട്ടും.
അപ്പോൾ ഈ എൽ ഹോപ്പിറ്റൽസ് റൂള് റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എന്താണ് കിട്ടുക? 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എക്സെട്ര ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. എപ്പോൾ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അവിടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ ആദ്യത്തെ കേസല്ല, നമുക്ക് ലിമിറ്റ് 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത് ഇൻ്റഗ്രൽ 1 to infinity g of x dx കൺവേർജ് ചെയ്യും എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 to infinity g of f of x dx കൺവേർജ് ചെയ്യും. അതാണ് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റിൽ നിന്നും കിട്ടുന്നത്. L ഈക്വൽ ടു 0 വരുന്ന കേസാണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to infinity g of x dx കൺവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ a to infinity g f of x dx കൺവേർജ് ചെയ്യും. അതാണ് 0 വരുന്ന കേസിൽ. ഇവിടെ ഉത്തരം 0 ആണ് കിട്ടിയത്. അപ്പോൾ ഇയാൾ ഇൻ്റഗ്രൽ 1 to infinity g of x dx കൺവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ 1 to infinity f of x dx കൺവേർജ് ചെയ്യും. ഇനിയാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഫോർമുല. അവിടെ എക്സ്ട്രേസ് പി വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മളിവിടെ ഓൾറെഡി വേറൊരു പി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്യൂ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ പി ഉപയോഗിച്ചിട്ടാണ്, അതായത് ഇൻ്റഗ്രൽ a to infinity 1 by x raised to p dxൻ്റെ കേസാണ് അവിടെ പറഞ്ഞത്. കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 എന്നാണ് അവിടെ പറഞ്ഞത്. പി ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പി മാറ്റി ക്യൂ എന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. വേറെ ഫോർമുലയൊന്നല്ല, ജസ്റ്റ് പാരാമീറ്റർ ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഫോർമുല, നേരത്തെ പറഞ്ഞ 6 ഫോർമുലയിലെ രണ്ടാമത്തെ ഫോർമുലയാണ് ഇൻ്റഗ്രൽ 1 to infinity 1 by ഫോർമുലയല്ല, റിസൾട്ടായിട്ട് അതിൻ്റെ കൺവേർജൻസിനെ പറ്റിയിട്ടുള്ള റിസൾട്ട്. ഇൻ്റഗ്രൽ 1 to infinity 1 by x raised to q dx കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ്? q ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ 1 to infinity x raised to q dx കൺവേർജ് ചെയ്യും. ഇവിടെ ക്യൂവിൻ്റെ പ്ലേസിൽ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യൂവിൻ്റെ പ്ലേസിൽ 2 എന്നാണ്, അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity ഇതാണ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity ജി ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഇൻ്റഗ്രൽ 1 to infinity 1 by x square dx കൺവേർജ് ചെയ്യും. ഈ ഒരു റിസൾട്ട് പ്രകാരം ഇത് കൺവേർജ് ചെയ്യും. ഇനി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to infinity f of x dx കൺവേർജ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ 1 to infinity x raised to p minus 1 into a raised to minus x dx നമ്മുടെ I2 ആണ്, കൺവേർജ് ചെയ്യും. ഓൾറെഡി I1 പ്രോപ്പർ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് കൺവേർജ് ചെയ്യും. സോ ഗാമ ഓഫ് പി എന്നുള്ളത് I1 + I2 രണ്ടും കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഗാമ ഓഫ് പിയും കൺവേർജ് ചെയ്യും. എപ്പോൾ പി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ. ഇനി അടുത്ത കേസ് നമ്മൾ എടുക്കുന്നത് പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാകുമ്പോൾ ഉള്ള കേസാണ്. കേസ് 2 ആയിട്ട് എടുക്കുന്നത്. മൂന്നാമത്തെ കേസായിട്ട് പി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ റിയൽ നമ്പർ അതിൽ പെട്ടു. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരാം. പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ p - 1 എന്നുള്ളത് ലെസ് ദാൻ 0 ആണ് വരിക. പി എന്നുള്ളത് 1-നേക്കാൾ ചെറുതാണ്. അപ്പോൾ p - 1 നെഗറ്റീവാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് താഴേക്ക് പോകും, ഡിനോമിനേറ്ററിലേക്ക് പോകും. e raised to minus x 1 by e raised to x ആണ്. പക്ഷേ ഇയാൾ താഴേക്ക് പോകുമ്പോൾ x എന്നുള്ളത് 0ലേക്ക് പോകുമ്പോൾ ഇൻ്റഗ്രാൻഡ്, അതായത് എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എപ്പോൾ p - 1 എന്നുള്ളത് നെഗറ്റീവ് ആകുമ്പോൾ. അപ്പോൾ 0 ലെസ് ദാൻ p ലെസ് ദാൻ 1 ആകുമ്പോൾ p - 1 എന്തായാലും നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 0യിൽ ബൗണ്ടഡ് അല്ല, അൺബൗണ്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I1ൻ്റെ ഭാഗത്തും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. I1 എന്നുള്ളത് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ 0യിൽ പ്രശ്നമുണ്ട്, ലോവർ ലിമിറ്റിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അൺബൗണ്ടഡ് ആണ്. നേരത്തേൽ I1 നമുക്ക് പ്രോപ്പർ ഇൻ്റഗ്രലാണ്. അവിടെ I1 നമുക്ക് കണ്ണടച്ചിട്ട് പറയാമായിരുന്നു കൺവേർജ് ചെയ്യുമെന്ന്. ഇവിടെ അങ്ങനെ പറ്റില്ല, ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. I1 എന്നുള്ളത് സെക്കൻഡ് കേസിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയതുകൊണ്ട് അവിടെയും നമുക്ക് അതിൻ്റെ കൺവേർജൻസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് വേണം അതിൻ്റെ കൺവേർജൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അൺബൗണ്ടഡിൻ്റെ കേസിലും ഇതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു
എയിലാണ് അത് ഫംഗ്ഷൻ അൺബൗണ്ടഡ് എന്ന് വിചാരിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എക്സ്റ്റെൻസ് ടു എ പ്ലസ് ആണ് എടുക്കുക, എ ടു ബി ആണെങ്കിൽ. ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 0 to ഇൻഫിനിറ്റി ആയതുകൊണ്ട്, അല്ല 0 to 1 ആയതുകൊണ്ട് 0ൻ്റെ മുൻപുള്ളത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനെ പറ്റി അവിടെ നോക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എന്ന് എടുത്തിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രം നമുക്ക് അവിടെ മതി. അപ്പോൾ അവിടെ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. നേരത്തെ പോലെ തന്നെ ഒരു സീറോയോ ഇൻഫിനിറ്റിയോ അല്ലാത്തൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ടും കൺവേർജ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ സം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സും രണ്ടും ഒന്നുകിൽ കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ അറിയേണ്ടത് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നുള്ളതാണ്. എഫ് ഓഫ് എക്സിൻ്റെ കാര്യമാണ് നമുക്കറിയാത്തത്. അത് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും കൺവേർജ് ചെയ്യും. അതല്ല മറ്റേത് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഡൈവേർജ് ചെയ്യും. അപ്പോൾ അതുപയോഗിച്ചിട്ട് നമുക്കിവിടെ ഉത്തരം ഒരു 1 എന്നാണ് കിട്ടുക, ലിമിറ്റ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കേസസിലേക്ക് കടക്കാത്തത്. അവിടെ ഇതേപോലെ തന്നെ 0 വന്നാലുള്ള കേസും ഉണ്ട്, ഇൻഫിനിറ്റി വന്നാലുള്ള കേസും ഉണ്ട്. നേരത്തെ പോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനതിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് ഈ ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ആണ്. അതായത് ഇവിടെ 0യിലാണ് പ്രശ്നം. I1 നമ്മുടെ I1 എന്നുള്ളത് ഒന്നുകൂടി ഞാൻ എഴുതുന്നു. ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 into e raised to minus x dx. അപ്പോൾ ഇവിടെ p-1 നെഗറ്റീവ് വരുന്നത് കൊണ്ട് ഡിനോമിനേറ്ററിൽ പ്രശ്നം വരും, മീൻസ് ഇൻ്റഗ്രാൻഡിൽ പ്രശ്നം വരും. അതുകൊണ്ട് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഇംപ്രോപ്പർ ആയതുകൊണ്ടും അത് ഇവാലുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും നമുക്ക് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്ന് മാത്രം അറിയണം എന്നുള്ളതുകൊണ്ട് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സ് റേസ് ടു p-1 തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു p-1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു p-1. p-1 എക്സ് റേസ് ടു p-1 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1 ബൈ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളത് 1 ബൈ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ അതിവിടെ കൊടുക്കുക. എക്സ് എന്നുള്ളത് 0യിലേക്ക് റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു 0 എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/1, ഉത്തരം 1 ആണ്. അപ്പോൾ രണ്ടും ഒന്നുകിൽ കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സും ഒന്നുകിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഫോർമുലാസിലെ മൂന്നാമത്തെ 6 റിസൾട്ടിലെ മൂന്നാമത്തെ റിസൾട്ടാണ് ഇൻ്റഗ്രൽ 0 to 1 ബൈ എക്സ് റേസ് ടു പി എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പി ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് ക്യൂ എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. 0 to 1 ആണ്. 0 to ഇൻഫിനിറ്റി, അതായത് എ ടു ഇൻഫിനിറ്റിയുടെ ഫോർമുല അല്ല, ഇത് മൂന്നാമത്തെ ഫോർമുലയാണ്. ഇൻ്റഗ്രൽ 0 to 1 ബൈ എക്സ് റേസ് ടു പി ഡി എക്സ് കൺവേർജ് ചെയ്യുന്നത് p<1 ആകുമ്പോൾ. നേരത്തെ 1 to ഇൻഫിനിറ്റിയിൽ അതല്ലെങ്കിൽ എ ടു ഇൻഫിനിറ്റി എന്നുള്ളത് >0, എ ടു ഇൻഫിനിറ്റിയെ 1 ബൈ എക്സ് റേസ് ടു പി ഡി എക്സ് കൺവേർജ് ചെയ്യണമെങ്കിൽ p>1 ആണ് വേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, p<1 ആകുമ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുക. രണ്ടിലും റിസൾട്ട് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ റിസൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്, ഇവിടെ മൂന്നാമത്തെയാണ്. അവിടെയുള്ള മാറ്റം, ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 1 to ഇൻഫിനിറ്റി ആയിരുന്നു, ഇവിടെ 0 to 1 ആണ്. അപ്പോൾ അവിടുത്തെ മൂന്നാമത്തെ റിസൾട്ടിൽ പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 ബൈ എക്സ് റേസ് ടു ക്യൂ ഡി എക്സ്, അവിടെ എക്സ് റേസ് ടു പി ആണ് ഉപയോഗിച്ചതെന്ന് മാത്രം കൺവേർജ് ചെയ്യുന്നു. എപ്പോൾ ക്യൂ എന്നുള്ളത് <1 ആണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യും. ഇനി നമുക്കിവിടെ നോക്കാം, 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് പി. അതായത് പി എന്നുള്ളത് 1നേക്കാൾ താഴെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 - p എന്നുള്ളത് പിന്നെ 1നേക്കാൾ താഴെയുമാണ്, 0നേക്കാൾ മുകളിലുമാണ്. അപ്പോൾ ഏകദേശം 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഇപ്പോൾ ഒരു 0.1 അല്ലെങ്കിൽ 0.3 അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും ആവാം, 0.666 അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും പി.
അപ്പോൾ 1 മൈനസ് പി എന്നുള്ളത് നെഗറ്റീവ് വരില്ല. പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ളൊരു നമ്പറാണ്. അപ്പോൾ പി എന്നുള്ളത് നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പി എന്നുള്ളൊരു -3 ആണെങ്കിൽ 1 മൈനസ് പി എന്നുള്ളത് +4 എന്നാണ് നമുക്ക് കിട്ടുക. ഇവിടെ അങ്ങനെയല്ല. പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ളൊരു നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 മൈനസ് പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ തന്നെയായിരിക്കും. പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ 1-നേക്കാൾ വലുതല്ല ആയിരിക്കും. അപ്പോൾ 1 മൈനസ് പി എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ, അതായത് 1 മൈനസ് പി <1, അതാണ് നമുക്കിവിടെ ആവശ്യം. 1 മൈനസ് പി എന്നുള്ളത് <1 ആണ്. ഇനി നോക്കാം ഇൻ്റഗ്രൽ 0 to 1 g of x dx. അത് ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 dx ആണ്. നമുക്കിത് 1/x raised to ഒരു പവർ ആ ഒരു രീതിയിലാക്കണം. എന്നാലാണ് നമ്മുടെ ആ മൂന്നാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 1/, എന്നുള്ളൊരു ഫോർമാറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെഗറ്റീവ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് x raised to p minus 1-നെ ഇതിൽ നിന്ന് നെഗറ്റീവ് എടുക്കുമ്പോൾ -(-p+1) അത് തിരിച്ചെഴുതിയെന്ന് മാത്രം 1 മൈനസ് പി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x raised to -(1 minus p dx). ഇനി x raised to -r-നെ 1/x raised to r എന്ന് എഴുതുന്ന പോലെ ഇതിനെ 0 to 1 1/x raised to 1 minus p dx. ഇനി നമുക്ക് ഈ ഒരു മൂന്നാമത്തെ റിസൾട്ട്, അവിടെ പറഞ്ഞ മൂന്നാമത്തെ റിസൾട്ട്, അതായത് ഇൻ്റഗ്രൽ 0 to 1 1/x raised to q dx കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ q എന്നുള്ളത് <1 ആകണം. അതായത് 1/x raised to ഒരു നമ്പർ എന്നുള്ള രീതിയിൽ വേണം, എന്നാലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇനി 1 മൈനസ് പി, ക്യൂവിൻ്റെ പ്ലേസിൽ 1 മൈനസ് പി ആണ്. അത് <1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും. q <1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടി 1 മൈനസ് പി എന്നുള്ളത് <1 ആണ്. അതുകൊണ്ട് ഇതും കൺവേർജ് ചെയ്യും. I1 കൺവേർജ് ചെയ്യും. ഓക്കെ, ഇതാണ് I1. അപ്പോൾ I1 കൺവേർജ് ചെയ്യും. I2-നെ നമുക്ക് നേരത്തെ പോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ് അവിടെ ചെയ്യണം. അതും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കേസ് 2 കംപ്ലീറ്റ് ആയിട്ടില്ല. I1-ൻ്റെ കേസ് മാത്രമാണ് അതിൽ. കേസ് 2-ലെ I1 കൺവേർജ് ചെയ്യുമെന്ന് മാത്രമാണ് ഇവിടെ കിട്ടിയത്. നമ്മൾ നേരത്തെ കേസിൽ I1 പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, അത് പ്രോപ്പറായിരുന്നു. I2 മാത്രമേ ചെയ്യേണ്ടി വന്നിരുന്നുള്ളൂ. ഇവിടെ I1-ഉം I2-ഉം ചെയ്യണം, രണ്ടും ഇംപ്രോപ്പറാണ്. ഇനി I2-ൻ്റെ കേസിലേക്ക് വരാം. I2-ൻ്റെ കേസ് നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യുന്നു. ഇവിടെ 1/x² തന്നെ g of x എടുക്കുന്നു. f(x/g(x) നേരത്തെ പോലെ തന്നെ എടുത്തിട്ട് x raised to p minus 1 into e raised to minus x into x², നേരത്തെ പോലെ x raised to p plus 1 by x raised to p plus 1 into e raised to minus x, അതായത് x raised to p plus 1 by e raised to x എന്ന് കിട്ടും. ദെൻ ലിമിറ്റ് കാണുമ്പോൾ നേരത്തെ പോലെ തന്നെ സെയിം x raised to p plus 1 by e raised to x. അപ്പോൾ p plus 1 എന്നുള്ളത് നേരത്തെ കേസിൽ p എന്നുള്ളത് >= 1 ആയിരുന്നു. ഇവിടെ p എന്നുള്ളത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ p plus 1 എന്നുള്ളത് >0 തന്നെയാണ് വരിക, >1 തന്നെ വരും. രണ്ടാമത്തെ സ്റ്റേജിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെഗറ്റീവിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ പ്രാവശ്യം എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം 0 എന്ന് കിട്ടും. അപ്പോൾ എന്തായാലും നേരത്തെ പോലെ തന്നെയാണ് ഉത്തരം 0 എന്ന് കിട്ടുന്നത് കൊണ്ട് കൺവേർജസ് ഇൻ്റഗ്രൽ 1 to infinity f(x) dx കൺവേർജസ് ഇഫ് ഇൻ്റഗ്രൽ 1 to infinity g of x dx കൺവേർജസ്. ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ ഉത്തരം നമുക്ക് ലിമിറ്റ് കിട്ടിയത് 0 ആണ്. അവിടെ 0 വന്നാൽ നമുക്ക് g of x ഇൻ്റഗ്രൽ a to infinity g of x dx കൺവേർജ് ചെയ്യുമെങ്കിൽ ഇൻ്റഗ്രൽ a to infinity f(x) dxഉം കൺവേർജ് ചെയ്യും. ഇതാണ് റിസൾട്ട്. അപ്പോൾ അതിൽ നിന്നും ഇവിടെ =0 ആണ് ലിമിറ്റ് കിട്ടിയത്. ഇനി നേരത്തെ പോലെ ഇൻ്റഗ്രൽ 1 to infinity g of x dx ഇൻ്റഗ്രൽ 1 to infinity 1/x² dx സെയിം നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെ. ഇൻ്റഗ്രൽ a to infinity 1/x raised to p, x raised to q ആണ് അവിടെ പറഞ്ഞത്,
ഡി എക്സ് കൺവേർജ് ചെയ്യാൻ ക്യൂ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇവിടെ അത് 2 ആണ്, ഇത് കൺവേർജ് ചെയ്യും. സോ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് അതായത് I2 കൺവേർജ് ചെയ്യും. അപ്പോൾ ഗാമ ഓഫ് പി എന്നുള്ളത് I1 + I2, I1 ഓൾറെഡി കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അത് രണ്ടും കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് I1 I2 കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഗാമ ഓഫ് പിയും കൺവേർജ് ചെയ്യും. എപ്പോൾ 0 > p < 1 ആകുമ്പോൾ. അപ്പോൾ നേരത്തെ p > 1 ആകുമ്പോഴും ഗാമ ഓഫ് പി കൺവേർജ് ചെയ്യും. 0ൻ്റെയും 1ൻ്റെ ഇടയിൽ വന്നാലും ഗാമ ഓഫ് പി കൺവേർജ് ചെയ്യും. അതായത് p > 0 ആയാൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് പറയാം. ഇത് രണ്ടും ചേർത്ത് p > 0 ആണെങ്കിൽ, ഇപ്പോൾ 0ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ കൺവേർജ് ചെയ്യും. > 0 < 1 അങ്ങനത്തെ കേസിലും കൺവേർജ് ചെയ്യും. പിന്നെ = 1ഉം > 1ലും കൺവേർജ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റയടിക്ക് പറയാം p > 0ൽ അതെന്തായാലും കൺവേർജ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസിലേക്ക് p എന്നുള്ളത് < or = 0. p < or = 0 ആകുമ്പോൾ p - 1 നെഗറ്റീവ് തന്നെയാണ് വരിക, p < 0 ആയതുകൊണ്ട്. അപ്പോൾ നേരത്തെ പോലെ ഇത് താഴേക്ക് ഡിനോമിനേറ്ററിലേക്ക് പോകും. x = 0ൽ ഇൻഫിനിറ്റി എന്ന് വരും, അതായത് അൺബൗണ്ടഡ് എന്ന് വരും. അപ്പോൾ I1ഉം ഇംപ്രോപ്പർ ആണ്, I2ഉം ഇംപ്രോപ്പർ ആണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും നോക്കണം. അപ്പോൾ ഇനി ഇവിടെ രണ്ടിൻ്റെയും ആവശ്യമില്ല, ഓൾറെഡി I1 ചെയ്ത് വരുമ്പോൾ തന്നെ അത് ഡൈവേർജസ് എന്ന് കിട്ടും. അപ്പോൾ പിന്നെ I2 നോക്കണ്ട. ഗാമ ഓഫ് പി എന്നുള്ളത് I1 + I2 ആണ്. അതിൽ ഒരെണ്ണം ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഗാമ ഓഫ് പിയും ഡൈവേർജ് ചെയ്യും. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ I1ൻ്റെ കേസിലേക്ക് വരാം. 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് അതായത് x⁻p - 1 ഇൻറ്റു e⁻x. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പോലെ കമ്പാരിസൺ ടെസ്റ്റ് നേരത്തെ സെയിം ഫംഗ്ഷൻ തന്നെ എടുക്കുന്ന x⁻p - 1. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ളത് e⁻x എന്ന് വരും. ലിമിറ്റ് x → 0 + എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ചെയ്യുമ്പോൾ ലിമിറ്റ് x → 0 + 1/e⁻x നേരത്തെ പോലെ തന്നെ 1 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് രണ്ടും ഒരുമിച്ച് കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഡൈവേർജ് ചെയ്യും. അതായത് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സും ഒന്നുകിൽ രണ്ടാളും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടാളും ഡൈവേർജ് ചെയ്യും. ഇനി ഇതിൻ്റെ കാര്യം നോക്കാം. അതിനുവേണ്ടി നേരത്തെ അതേ ഫോർമുല തന്നെ അവിടെ കൺവേർജസിൻ്റെ കേസാണ് പറഞ്ഞത്. q < 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്ന അവിടെ പറഞ്ഞ് നിർത്തി. നേരത്തെ കേസിൽ q < 1 ആകുമ്പോൾ ഇത് കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി q > or = 1ൽ, അത് ആ മൂന്നാമത്തെ റിസൾട്ടിൻ്റെ ബാക്കിയാണ്. q > or = 1ൽ അത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ q എന്നുള്ളത് > or = 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 1 1/x⁻q dx ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സിനെ 1/x⁻ സംതിങ് എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ മാറ്റുന്നതിന് മുൻപ് p < or = 0 ആകുമ്പോൾ 1 - p എന്നുള്ളത് നെഗറ്റീവ് ആകുമ്പോൾ 1 - p എന്നുള്ളത് > or = 1 ആണ് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ p എന്നുള്ളത് -1/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 - p, അപ്പോൾ 1 - -1/2 1 + 1/2 3/2 എന്ന് കിട്ടും. ഇപ്പോൾ p എന്നുള്ളത് -3 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1 - p എന്നുള്ളത് 4 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലായ്പ്പോഴും p < 0 < or = 0 ആണെങ്കിൽ 0 ആണെങ്കിൽ 1 - p എന്നുള്ളത് 1 തന്നെ കിട്ടും. അതല്ല നെഗറ്റീവ് വന്നാൽ 1 - p എന്നുള്ളത് < 1 കിട്ടും. സോ p < or = 0 ആകുമ്പോൾ 1 - p എന്നുള്ളത് < or = 1 ആണ്. ഇനി ഇൻ്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സിനെ നേരത്തെ പോലെ തന്നെ 0 to 1 x⁻p - 1 dx ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് കോമൺ ആയിട്ട് എടുക്കുന്നു. ദെൻ ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു. നേരത്തെ സെയിം സാധനം തന്നെ 0 to 1 1/x⁻1 - p dx എന്ന് കിട്ടും. നേരത്തെ 1 - p എന്നുള്ളത് < 1 ആയിരുന്നു. നേരത്തെ കേസിൽ 1 - p എന്നുള്ളത് < 1 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ < 1 ആയതുകൊണ്ട് അത് കൺവേർജ് ചെയ്യും. ഇവിടെ < or = 1 ആണ് കിട്ടുന്നത്. 1 - p എന്നുള്ളത് < or = 1 ആണ് കിട്ടുന്നത്. നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലെ ആ മൂന്നാമത്തെ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇയാളും എന്ത് കിട്ടും, ഡൈവേർജ് ചെയ്യുന്നു കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഒന്നുകിൽ രണ്ടുപേരും കൺവേർജ് ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 g(x) dx ഡൈവേർജ് ചെയ്യുന്നത് കൊണ്ട് ഇൻ്റഗ്രൽ 0 to 1 f(x) dx അതായത് I1 ഡൈവേർജ് ചെയ്യും. I1 ഡൈവേർജ് ചെയ്യുന്നത് കൊണ്ട് ഗാമ ഓഫ് പി എന്നുള്ളത് I1 + I2 ആണ്. അതിൽ ഒരെണ്ണം ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഗാമ ഓഫ് പി അതിൻ്റെ സമ്മും ഡൈവേർജ് ചെയ്യും എപ്പോൾ പി എന്നുള്ളത് <<0 അപ്പോൾ 3 കേസ് നമ്മൾ ഓൾറെഡി ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസ് കമ്പൈൻ ചെയ്തിട്ട് പി >0 ഗാമ ഓഫ് പി കൺവേർജ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. ഇവിടെ കിട്ടി പി <<0 ഡൈവേർജ് ചെയ്യും. ഇത് എല്ലാ കേസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഗാമ ഫംഗ്ഷൻ ഗാമ ഓഫ് പി എന്നുള്ളത് ഫോർ ഓൾ പി >0 അത് കൺവേർജ് ചെയ്യും, കൺവേർജസ് ഫോർ ഓൾ പി >0 ആൻഡ് ഡൈവേർജസ് ഫോർ ഓൾ പി <<0. അപ്പോൾ ഇതിൻ്റെ കൺവേർജ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.